നല്ല ടേസ്റ്റോട് കൂടി തന്നെ അയലക്കറി എങ്ങനെ ചെയ്തെന്ന് നോക്കാം. അയലകത്തെ വൃത്തിയായിട്ട് കഴുകി ഒരയല 2 പീസ്, അപ്പോൾ 5 അയല ഉണ്ടായിരുന്നു, 10 പീസുണ്ട്. നമുക്കൊരു പാൻ അടുപ്പത്തോട്ട് വെക്കാം. ഒരല്പം വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ച് കൊടുക്കാം. ഒരു 10-12 മുളകുണ്ട്, കാശ്മീരി മുളകുമുണ്ട്, എരിവുള്ള മുളകുമുണ്ട്. ഒന്ന് വറുത്തിട്ടുണ്ട്, അതിന് മാറ്റും. ഇനി അതേ എണ്ണയിലോട്ട് തന്നെ ഒരു മുറുത്തേല, 1/2 ടീസ്പൂൺ മല്ലി, ഒരല്പം ഉലുവായും കൂടെ ഇട്ട് കൊടുക്കും. കൂട്ടത്തിൽ ഒരു 5-6 ഉള്ളി, ഒരു തട്ട് കറിവേപ്പില നല്ലപോലെ മൂത്തിട്ടുണ്ട്. ഇനി അടുപ്പം നിർത്താം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിൻ്റെ അകത്തോട്ട് ഇപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന മുളക് ഈ ജാറിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കും. ആദ്യം ഒന്ന് കറക്കിയെടുക്കുക. അതിന് ശേഷം ഈ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ അതിൻ്റെ അകത്തോട്ട് ഇടുക. എന്നിട്ട് രണ്ടും കൂടെ ഒന്നിച്ച് അരയ്ക്കാം. ഇനി നമുക്ക് മീൻകറി വെക്കും. അല്ല, മാങ്ങായും ഒരു തക്കാളിയുണ്ട്, ആ തക്കാളിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. മീൻകറിക്കകത്ത് മാങ്ങ ഇട്ട് വെച്ചാൽ അതൊരു ടേസ്റ്റ് വേറെ തന്നെ അല്ലേ. ഒരു കഷ്ണം ഇഞ്ചി ഇതേപോലെ ചെറുതായിട്ടൊന്ന് അരച്ച് വെച്ചിരിക്കും. 3 പച്ചമുളക് അതിനങ്ങോട്ട് ഇട്ട് കൊടുക്കും. ഈ വറുത്ത് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും മുളകും ഇതെല്ലാം കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. കാര്യം മീൻ വേകുകയും ചെയ്യണം, അതിനുള്ള ചാറ് വേണം. ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മീൻ കറി അടുപ്പത്തോടും ഇനി നമുക്ക് ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഉപ്പിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഒന്ന് അടച്ചു വേണ്ട, തിളച്ച് വരുന്നുണ്ട്. ഇത് നമ്മൾ ആ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അയലക്കഷ്ണം കൊണ്ട് കറക്കി വിട്ടു. ഒരല്പം കറിവേപ്പില ഏകദേശം ഒരു 5-6 മിനിറ്റ് ആയിട്ടിട്ട് കൊടുക്കും. ഇത് നേരെ താഴോട്ട് വെക്കാം. ഈ പാൻ അങ്ങോട്ട് വെക്കാം. നമുക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഒരല്പം ഉലുവ, ഒരു 5-6 കൊച്ചുള്ളി, ഇച്ചിരി കറിവേപ്പിലയും കൂടെ കൊടുക്കാം. താളിയിലൊക്കെ ഗംഭീരമായിട്ട് കഴിച്ചിട്ടുണ്ട്. ഒന്ന് ഇളക്കി ഇച്ചിരി കറി ഇങ്ങോട്ട് ഒഴിച്ച ശേഷമല്ലേ അയല വാർത്തരച്ച് മാങ്ങ ഒക്കെ ഇട്ടുന്ന കറി വെച്ച് വയ്ക്കും. ഇതേപോലെ